മറന്നുപോയ പരമ്പരാഗത കലാരൂപമായ പിന്നൽ തിരുവാതിര വീണ്ടും ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ച കലാകാരി. തിരുവാതിരയും പിന്നൽ തിരുവാതിരയും നവയുഗ കലാരൂപമാക്കി ചിട്ടപ്പെടുത്തി അത് നിരവധി കലാകാരികൾക്ക് പകർന്നു കൊടുക്കുന്ന ശ്രീമതി ഉമ സന്ദീപാണ് ഇന്ന് ചാനൽ മലയാളത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം ഉമ ചേച്ചി. ചാനൽ മലയാളത്തിലേക്ക് സ്വാഗതം. ചേച്ചി, ഈ പിന്നൽ തിരുവാതിര എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു കാരണം? അതിന് എന്തെങ്കിലും ഫേവറിസം തോന്നിയിട്ടാണോ, അല്ലെങ്കിൽ അതിന് പ്രചോദനമായിട്ട് എന്തെങ്കിലും ഉൾക്കൊണ്ടിട്ടാണോ, പരമ്പരാഗത രീതിയിൽ തന്നെയാണോ ഇതൊരു എന്താ പറയാ പഠിപ്പിക്കുന്നത് കുട്ടികളെ? പറഞ്ഞതുപോലെ പരമ്പരാഗതമായ ഒരു കലാരൂപമാണ് പിന്നൽ തിരുവാതിര. ഈ പിന്നൽ തിരുവാതിരനെ ഈ സംരക്ഷിക്കണം എന്നുള്ളൊരു തോന്നൽ കൂടിയാണ്. ഒരു വ്യത്യസ്തമായ കലാരൂപമാണ്. പരമ്പരാഗത ശൈലി തന്നെ പരമാവധി നിലനിർത്തിക്കൊണ്ട് തന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ട് തിരുവാതിരയിലും പാടിക്കളിക്കുന്നൊരു ശൈലിയൊക്കെയാണ്. അതിൽ നിന്ന് മാറ്റി ഇപ്പോൾ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത പാട്ടിലേക്ക് മാറ്റി കുറച്ച് കളർഫുള്ളൊക്കെ ആക്കി അങ്ങനെ കൊണ്ടുവന്നു. ഞാൻ പഠിച്ചതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തത്തിൽ എൻ്റെ രീതിയിൽ ചിട്ടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും അത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കണ്ടുപോകുന്നേക്കണേ. അപ്പോ ഇത് എങ്ങനെയാണ്, ഇത് എവിടെ നിന്നാണ് പഠിച്ചത്? ഇതിന്റെ ഒരു ഉത്ഭവം എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ഒരു പിന്നൽ തിരുവാതിര എന്ന് പറയുന്ന ഒരു തോട്ട് വന്നത്? പിന്നൽ തിരുവാതിര ഒരു 10 വർഷം മുൻപ് ഞാൻ ഐതിഹ്യ എന്ന് പറഞ്ഞ ഒരു തിരുവാതിര ടീമിലാണ്. തിരുവാതിര ടീമിന്റെ അവിടുത്തെ ടീച്ചറാണ് ജിതാബിനോയ്. ജിതാബിനോയ് കുഞ്ഞിലിക്കാട്ടിൽ എന്നാണ് പേര്. അവിടെ നിന്നാണ്, ആ ഗുരുവിൽ നിന്നാണ് എനിക്ക് പിന്നൽ തിരുവാതിരയെ കുറിച്ചും കിണ്ണം തിരുവാതിരയെ കുറിച്ചിട്ടുള്ള അറിവുകളൊക്കെ കിട്ടിയത്. ബേസും കിട്ടിയത് അവിടെ നിന്നാണ്. കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ചെറിയൊരു ഭാഗം മാത്രമാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ടീച്ചറുടെ ഒപ്പം ഞാൻ കളിച്ചിട്ട് 10 വർഷം മുൻപ് കളിച്ചു. പിന്നീട് എനിക്ക് അതൊന്ന് നല്ല രീതിയിൽ അതിനെക്കുറിച്ചൊന്ന് കൂടുതൽ കാണണം, അറിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അത് പഠിച്ചെടുക്കാന്ന് വെച്ചാൽ എൻ്റെതായ ശൈലിയിൽ കുറച്ച് ചിട്ടപ്പെടുത്തി കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അങ്ങനെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നൽ തിരുവാതിര. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടാണ് ഇതിന്റെ പിന്നാലെ പുറപ്പെട്ടത് അല്ലെ? ഇപ്പൊ ഈ ഒരു പിന്നൽ തിരുവാതിരക്കളി മാത്രം തന്നെയാണോ പഠിപ്പിക്കുന്നത്? വേറെ എന്തെങ്കിലും കലാരൂപങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? ഇപ്പോൾ തിരുവാതിരയാണ് പഠിപ്പിച്ചത്. മെയിൻലി തിരുവാതിരയും പിന്നൽ തിരുവാതിരയും. മുൻപ് ഞാൻ കലോത്സവങ്ങളല്ല, ഈ ആനുവൽ ഡേക്കുള്ള ഡാൻസുകൾ സ്കൂളിലൊക്കെ പഠിപ്പിച്ചു കൊണ്ടുവന്നിരുന്നു. അപ്പോഴും തിരുവാതിര കളി ഉണ്ടായിരുന്നു. തിരുവാതിരക്കളി പിന്നെ ഞങ്ങളുടെ സ്വന്തം ടീം ഉണ്ട്, പോത്താനിയിൽ തന്നെ പെൺകൂട്ട് എന്ന ടീമിലെ പണ്ട് തൊട്ടേ അതും ഞാൻ തന്നെ പഠിപ്പിച്ചു കൊണ്ടുവന്നിരുന്നു. ഞങ്ങൾ കളിക്കാറുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കൂടുതൽ ഇപ്പോൾ അത് മറ്റു നിർത്തിവെച്ച് തിരുവാതിരയും പിന്നൽ തിരുവാതിരയും തുടങ്ങി വെച്ചേക്കുന്നതാണ്. കല്ലാട് ഭഗവതി ക്ഷേത്രത്തില് ആണ് ഒരു മെഗാ തിരുവാതിര കഴിഞ്ഞ വർഷം ചെയ്യാനായിട്ട് തുടങ്ങി. 250ഓളം കലാകാരികളെ വെച്ചിട്ട് ചെയ്തു. അങ്ങനെ അതൊരു തിരുവാതിരയിൽ ഞാൻ പഠിപ്പിച്ചതിൽ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. എന്താണ് ടീമിന്റെ പേരെന്താണ്? ഞാൻ എന്റേതായ ടീം ഒരു പെൺകൂട്ട് പോത്താനിയാണ്. പെൺകൂട്ട് പോത്താനി ആണ്. ഈ പെൺകൂട്ട് പോത്താനിയിൽ പഠിപ്പിച്ചതിന് ശേഷമാണ് മറ്റു ടീമുകളിൽ കുറെ പേര് വിളിച്ചു. നമുക്ക് എല്ലായിടത്തേക്കും എത്താനായിട്ട് സാധിച്ചിരുന്നില്ല. ചിലപ്പോൾ മറ്റു ജില്ലകളിലൊക്കെ ആയിരുന്നു. കോമ്പറ്റീഷൻസിനൊക്കെ പോകാറുണ്ടോ? തിരുവാതിര കോമ്പറ്റീഷന് ഞാനായിട്ട് പങ്കെടുത്തിട്ടില്ല. കുട്ടികൾ എത്ര കുട്ടികളുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോ? അങ്ങനെ തിരുവാതിര അങ്ങനെ ഞാൻ ഇങ്ങനെ വരുത്തി പഠിപ്പിക്കുന്നല്ല. ഏകദേശം എത്ര പേരുണ്ടോ? ഇപ്പൊ നമുക്ക് തിരുവാതിരക്കളി എന്ന് പറയുമ്പോ ഏകദേശം ഒരു 10 പേരൊക്കെ ആവൂലോ. അപ്പൊ അതല്ലാണ്ട് കൂടുതൽ ആൾക്കാരുണ്ടോ അതിനും? അത് അവർക്ക് ഇഷ്ടമുള്ള 10-8 തൊട്ടുള്ള ടീമുകൾ എടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് അതിന്റെ ഒരു പ്രായഭേദമന്യ എല്ലാവർക്കും ഒന്നുമില്ല, വയസ്സായ ആൾക്കാർക്കും എല്ലാവരും കളിക്കുന്നുണ്ടല്ലോ. പണ്ടത്തെ പോലെയല്ലല്ലോ. എല്ലാവരും കലാരംഗത്തേക്ക് കൂടുതൽ വന്നിട്ടാണ്. നല്ല സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഭാഗം ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, പിന്നെ ഒരു ഡൗട്ടാണ് എല്ലാവർക്കും ഉള്ളത്. എന്താണ് ഈ ഒരു തിരുവാതിരക്കളിയും പിന്നൽ തിരുവാതിരയും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, വ്യത്യാസം എന്താണ്? തിരുവാതിരയും പിന്നൽ തിരുവാതിരയും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. തിരുവാതിരയ്ക്ക് അതിൻ്റെതായ ചിട്ടകളുണ്ട്, പാട്ടുകളിലും പ്രത്യേകതകളുണ്ട്. പിന്നൽ തിരുവാതിര എന്ന് പറഞ്ഞാൽ കൃഷ്ണഗീതങ്ങൾ ഉപയോഗിക്കുന്നു. അതിൻ്റെ പ്രത്യേകത നമ്മളുടെ കയ്യിൽ ഓരോരുത്തരുടെ കയ്യിൽ ചരടോ സാരികളോ ഉണ്ടാവും. അത് കൃഷ്ണഗീതങ്ങൾ വെച്ച് പാടി കെട്ടി അഴിക്കുക. അതാണ് അതിൻ്റെ
പ്രധാനം. തിരുവാതിരയില് നമ്മൾ ഗണപതി സ്തുതി ആരംഭിച്ച് പദം, കഥകളി പദങ്ങളിലെ പദങ്ങൾ ഉപയോഗിക്കാം, വഞ്ചി മംഗളം പാടി അവസാനിപ്പിച്ചു. അതുപോലെ കോസ്റ്റ്യൂമിലായാലും തിരുവാതിരയ്ക്ക് സെറ്റ് മുണ്ട് തന്നെയാണല്ലോ മസ്റ്റ്. പിന്നെ തിരുവാതിരയ്ക്ക് നമുക്ക് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താം. അല്ല, അങ്ങനെ എല്ലാതും ഉപയോഗിക്കാം. പിന്നെ ഡാൻസ് സാരികളാണ് ഞങ്ങളൊരു വ്യത്യാസം വരുത്തിയത്, അതിലായിരുന്നു. കുറച്ചും കൂടി ഈ തിരുവാതിരക്കളി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കാമായിട്ടുള്ള ഒരു സ്റ്റെപ്സ് ഒക്കെ ആയിരിക്കും. പിന്നൽ തിരുവാതിരക്കളിയിൽ അങ്ങനെയാണ്. അതന്നെ, പിന്നൽ തിരുവാതിരയിൽ ഒരുപാട് സ്റ്റെപ്സ് ഒന്നുമില്ല. നമുക്ക് ഈ കെട്ടുന്നത് ഒഴിക്കുന്നതിനൊരു ഏതെങ്കിലും ഒരു പ്രത്യേകതര സ്റ്റെപ്പ് എടുക്കും, അത് കളിക്കും. പിന്നെ അതിൽ അവസാനം ഇപ്പൊ കൃഷ്ണനെ കൊണ്ടുവന്ന് അതിൽ കുറച്ച് സ്റ്റെപ്സ് ആഡ് ചെയ്തു പിന്നൽ അഴിച്ചതിന് ശേഷം. അതിലൊക്കെ ഒത്തിരി വ്യത്യസ്തത ഞാൻ ചെയ്തതിൽ മറ്റുള്ളവർ പറഞ്ഞേക്കുന്നത്. ഈ പിന്നല് ഈ അഴിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ഈ കയറഴിക്കുന്നത് അതെങ്ങനെയാണ്? അതിന് എത്ര നേരം എടുക്കും? ഈ ഒരു നീളം എങ്ങനെയാണ്? ഒരു പാട്ടിന്റെ നീളം എത്ര നേരം എടുത്തിട്ടാണ് ഇത് തുടങ്ങുക? എല്ലാവരും ഓരോ ശൈലിയിലാവുമല്ലോ ചിട്ടപ്പെടുത്തുന്നത്. ഇപ്പൊ ഏത് കളികൾ പോലെ തന്നെ ഈ കലയും അവരവരുടെ ശൈലിയിൽ ഓരോരുത്തർ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ ചിട്ടപ്പെടുത്തിയതിൽ ഒരു 17 മിനിറ്റ് ഉണ്ട്. ഇത് ഒരു 4 പാട്ടൊക്കെ ആയിട്ട് ഗണപതി സ്തുതി ആരംഭിച്ചതിന് ശേഷം കൃഷ്ണഗീതങ്ങളിലേക്ക് കടക്കുമ്പോൾ ഞാൻ 4 പാട്ടാണ് ഈ പിന്നൽ തിരുവാതിര ഉപയോഗിച്ചിരുന്നത്. ആദ്യത്തെ പാട്ടില് കെട്ടി വന്നു, ആദ്യത്തെ 2 പാട്ടിൽ കെട്ടുന്നു. അതായത് ഒരു ഒറ്റ കെട്ടിൽ വന്നിട്ട് പിന്നീട് വൈഡാവാൻ വേണ്ടി വേറൊരു കെട്ട് വന്നു. അങ്ങനെ പിന്നെ അത് ഒറ്റ കെട്ടാകുമ്പോൾ ഒരു ഊഞ്ഞാല് പോലെ വന്നു. നമ്മൾ ഈ തുടങ്ങുമ്പോ കയ്യിൽ പിടിക്കുന്നത് അവസാനിക്കുന്ന വരെ വിടാൻ പാടില്ല. ഇത് കയ്യിൽ പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ടില്ല. അത് കയ്യിൽ നിന്ന് പോയാലും കാലിൽ നിന്ന് ചൂട് പോയാലും പിന്നെ കെട്ടഴിക്കാൻ അതാണ് അതിന്റെ ഒരു പ്രത്യേകത തന്നെ. അങ്ങനെയാണ്. അപ്പൊ തിരുവാതിരക്കളി പോലെ തന്നെ ഗണപതി, സരസ്വതി, പിന്നെ കൃഷ്ണഗീതങ്ങളാണ് ഈ ഒരു പാട്ടിന്റെ രീതി പോകുന്നത് അല്ലേ? ഇതിന്റെ പ്രാക്ടീസ് ടൈം ഒക്കെ എപ്പോഴാണ്? ഇങ്ങനെ ഈ നിങ്ങൾ ഈ കയറ് പിടിച്ചിട്ട് ഇങ്ങനെ എന്തായാലും പ്രാക്ടീസ് ചെയ്യണല്ലോ, അതൊക്കെ എവിടെ വെച്ചിട്ടാണ് അപ്പൊ ചെയ്യാറ്? പ്രാക്ടീസ് ഇപ്പൊ ഓരോ സ്ഥലങ്ങളിൽ എവിടേക്ക് അവര് ഇപ്പൊ എന്നെ വിളിച്ചിട്ട് ചെയ്യുന്ന ടീമുകളെങ്കിൽ അവര് ഓരോ സ്ഥലം കണ്ടിട്ടുണ്ടാവല്ലോ, അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യും. അല്ലെങ്കിൽ എവിടെയെങ്കിലും മരത്തുമ്പോ കേട്ടാം, കാർപോർച്ചില്, ഇതിന്റെ പ്രത്യേകത വെച്ചാൽ എല്ലാവരും വേണം. പ്രാക്ടീസ് ടൈമില് ഒരാൾ പോലും ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, ശരിയാണ്. നമ്മൾ തിരുവാതിരക്കളി ആവുമ്പോ ഒരാൾ സബ്സ്റ്റിറ്റ്യൂട്ട് വെച്ച് നമുക്ക് മറന്നു വേണമെങ്കിൽ ചെയ്യാം. ഇതങ്ങനെ പറ്റില്ല. 16 സാരിയിലും 8 സാരിയിലും ഈ സാരിയിൽ പിടിക്കാനായിട്ട് ഒരാളുണ്ടായിരിക്കും. ചിരടിൽ ഒരാൾ പിടിച്ചിട്ട് കളിക്കാൻ ഉണ്ടായിരിക്കണം. അത് എന്താണ് യൂസ് ചെയ്യുന്ന? സാരിയാണോ യൂസ് ചെയ്യുന്നത്? അത് പലതരത്തിൽ ചെയ്യാം. ഞാനും കളിച്ചിട്ടുണ്ട്, ചിരട് വെച്ചിട്ടും കളിച്ചിട്ടുണ്ട്, സാരി വെച്ചിട്ടും. സാരി ഒരു ഈ പറഞ്ഞ പോലെ കളർഫുൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന് നമ്മൾ ഈ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോ അതൊക്കെ അവരാണോ ഡെക്കറേറ്റ് ചെയ്ത് തരുന്നത്? സ്റ്റേജ് ഒക്കെ ഈ സാരിയും ഇതുപോലെ കയറൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി. ഈ പിന്നൽ എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മൾ കൊണ്ടുപോകും. നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഓൾറെഡി. അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, സാരികൾ ഉപയോഗിച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ കൊണ്ടുപോകും. സഹായം എന്തെങ്കിലും ഉണ്ടാവും. ഇപ്പൊ നേരത്തെ പാട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പൊ തിരുവാതിരക്കളിയിലുള്ള സെയിം പാട്ടുകൾ തന്നെയാണോ ഇതിലും ചൂസ് ചെയ്യുന്നത്? ഇപ്പൊ സരസ്വതി പദം ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അതൊക്കെ തന്നെയാണ് ഇതിലും? അതോ വ്യത്യസ്തമായിട്ട് വേറെ പിന്നൽ തിരുവാതിരയ്ക്ക് വേണ്ടി വേറെ ഏതെങ്കിലും ഉണ്ടോ? പിന്നൽ തിരുവാതിരയ്ക്ക് കൃഷ്ണഗീതങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ഞാൻ മുൻപ് മുഴുവൻ കേട്ടേകളൊന്നും ചെയ്യുന്നതും. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ഒരു മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അത് ശരിയല്ല. ഇതാണ് കൃഷ്ണഗീതങ്ങൾ വെച്ചിട്ടാണ് ഇത് കളിച്ചു പോകുന്നത്. നമ്മൾ മാറ്റങ്ങൾ വരുത്താതെ കൊണ്ടുപോയിട്ടുണ്ട് ഇതുവരെ. എന്തെങ്കിലും ഈ പിന്നൽ തിരുവാതിരയ്ക്ക് പിന്നിലുള്ള എന്തെങ്കിലും ഐതിഹ്യോ എന്തെങ്കിലും കഥയോ അങ്ങനെ എന്തെങ്കിലും അറിയോ ടീച്ചർക്ക്? അറിയോ എന്ന് വെച്ചാൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്. കൃഷ്ണഗീതങ്ങളായതുകൊണ്ട് അത് കൃഷ്ണൻ പിണങ്ങി പോകുന്നത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഗോപികമാർ കൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. സന്തോഷിപ്പിക്കുക എന്നത് തന്നെയാണ്. അപ്പൊ ലാസ്റ്റ് ആവുമ്പോഴാണ് ഈ കൃഷ്ണൻ വരുന്നത്, എന്നിട്ടാണ് തിരുവാതിരക്കളിയുടെ ഇടയിൽ വരുന്നുണ്ടല്ലേ? എല്ലായിടത്തും കൃഷ്ണൻ വരണം എന്നൊന്നുമില്ല. പിന്നൽ തിരുവാതിരയുടെ പ്രത്യേകത ഈ പിന്നൽ കിട്ടിയഴിക്കുക എന്നാണ്. ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള പോലെ അതില് കൊണ്ടുവരും. കൃഷ്ണൻ തന്നെയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. ഓക്കെ. അപ്പൊ നേരത്തെ പറഞ്ഞു ഏകദേശം 17 മിനിറ്റോളാണ് ഈ ഒരു പിന്നൽ തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് ടീച്ചർ ഒരുക്കുന്നത് അല്ലെ? അപ്പൊ എത്ര സമയം എടുത്തിട്ടാണ് ഇത് കറക്റ്റ്ലി? ശരിക്കും ഇതിന്റെ ഒരു കണക്ക് എങ്ങനെയാണ്? 17 മിനിറ്റ് തന്നെയാണോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ആദ്യം കളിച്ച തിരുവാതിര 2 പാട്ടിൽ ഒരു 8 മിനിറ്റിനുള്ളിൽ അവസാനിക്കുകയാണ് ചെയ്തത്. പിന്നെ എത്ര അംഗങ്ങൾ വേണം ഇതിന് ശരിക്കും? അതിന് 8 പേര്. ഞാൻ ചെയ്തിരുന്നതിൽ 8 പേര്, 10 പേര്, 16 പേര് അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്. ആദ്യം കളിച്ചപ്പോൾ 8 പേരാണ്. പിന്നെ നമ്മൾക്ക് അതിലെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഇപ്പൊ 10 പേരാകുമ്പോ അത് വേറെ വ്യത്യസ്തത്തിൽ കൊണ്ടുവരേണ്ടി വരും.
ഓക്കെ. അപ്പോ ഞാനിപ്പോ ചോദിച്ചതിന്റെ കാരണം നമ്മൾ ഈ നമ്പർ അനുസരിച്ചാണല്ലോ ഇതിങ്ങനെ കെട്ടുന്നതും അഴിക്കണതും ഒക്കെ, അതിലൊരു പാകപ്പിഴകൾ വരരുതല്ലോ. അപ്പോ എങ്ങനെയാണ് ആ ഒരു ഓർഡർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണ സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോഗ്രാം നടക്കൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയാണ്. പ്രാക്ടീസ് ടൈമിലായാലും നമുക്ക് അങ്ങനെ പറ്റുള്ളൂ, എല്ലാവരും ഉണ്ടെങ്കിലേ കളിക്കാൻ പറ്റുള്ളൂ. ഈ കണക്കനുസരിച്ച് തന്നെ നമ്മൾ പാട്ടും കൊണ്ട് പോകുന്നത്, എഡിറ്റ് ചെയ്യുന്നതും അതിനനുസരിച്ചാണ്. ഇത്ര വരുമ്പോഴാണ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം, അങ്ങനെയുള്ള രീതിയിൽ. സാധാരണ തിരുവാതിരക്കളി പോലെയല്ല, ഇങ്ങനെ പിന്നൽ തിരുവാതിരക്ക് കുറച്ചും കൂടി എന്താ പറയാ, സ്റ്റെപ്സുകൾ കുറച്ചുണ്ടെന്ന് മാത്രം. പക്ഷെ ഇത്തിരി ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. നല്ലോണം റിസ്ക് ഉള്ള ഒരു കാര്യമാണ് പിന്നൽ തിരുവാതിര എന്ന് പറയുന്നത്. നമുക്ക് സാധാരണ ഏകാഗ്രതയോട് കൂടിയിട്ട് ചെയ്യണം. അതെ അതെ. അപ്പോ ഇതില് ഈ കളിക്കുന്ന കുട്ടികളെയൊക്കെ വിളിക്കുമ്പോ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണോ, അതോ ഇനി ഇടയ്ക്ക് വെച്ച് വിട്ടുപോകരുത് അങ്ങനെയൊക്കെ പറയൂ? ചിലവരൊക്കെ ചില നേരത്തെ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ പ്രോഗ്രാമിന്റെ ടൈമില്? ഇല്ല, ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ഇടങ്ങളിലൊക്കെ അവര് നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു പോരുന്നത് എല്ലാവരും. അപ്പൊ ഞാൻ ചെല്ലുന്ന സമയത്ത് എല്ലാവരും ഉണ്ടായിരിക്കും, അവർ ഡെയിലി പ്രാക്ടീസ് ചെയ്യും. അതാണ് നമ്മൾ പ്രധാനമായിട്ട് പറയണം, ഡെയിലി പ്രാക്ടീസ് വേണ്ടിവരും പിന്നൽ തിരുവാതിര കളിക്കുന്നവർക്ക്. അപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞു ഈ കിണ്ണം തിരുവാതിരക്കളിയെ കുറിച്ച് പറഞ്ഞു, അതെന്താണ് സംഭവം? അത് കിണ്ണം തിരുവാതിര എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊരു കിണ്ണം പാത്രങ്ങൾ പ്ലേറ്റ് പിടിച്ചിട്ട് കളിക്കുന്നതാണ്, കയ്യിൽ നിന്ന് പോവാതെയുള്ള. അതും ഞാൻ കളിച്ചിട്ടില്ല, അതിനെ കുറിച്ചുള്ള അറിവ് തന്നെ എനിക്ക് ഉള്ളൂ. അത് വഞ്ചിപ്പാട്ടുകൾ വെച്ചിട്ടാണ് മാത്രം ഉപയോഗിക്കാന്നാണ് എൻ്റെ അറിവ്, ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ അത് കയ്യിൽ നിന്ന് പോവാതെ അതും സ്റ്റെപ്പ് എന്തെങ്കിലും ഉണ്ടാവോ? പ്ലേറ്റിൽ എന്തെങ്കിലും ഉണ്ടാവും? ഇല്ല, രണ്ട് കയ്യിലുണ്ടാവും. അത് നമ്മൾ തിരിച്ച് കളിക്കുക, വെച്ചിട്ട് കളിച്ച് പാടുള്ള കാര്യമാണല്ലോ. റിസ്ക് ഉള്ളത് തന്നെയാണ് അത്. അപ്പൊ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ താഴെ വീണ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവര് പ്രാക്ടീസ് ചെയ്ത് അവര് മാറ്റങ്ങൾ സ്റ്റേജിലെത്തുമ്പോഴേക്കും മാറ്റങ്ങൾ അറിയാം. എനിക്ക് 10 വർഷം മുൻപേ ഈ പിന്നൽ തിരുവാതിരയോടൊപ്പം തന്നെ ഞാൻ കേട്ട തിരുവാതിരയാണ് കിണ്ണം തിരുവാതിരക്കളിയിൽ. അപ്പൊ അതിനുള്ള പാട്ടുകളൊക്കെ ഇതിൽ തന്നെയാണോ എടുക്കുക? അത് വഞ്ചിപ്പാട്ടുകൾ മാത്രം എടുക്കുള്ളൂ അല്ലെ? അപ്പൊ അത് ഗണപതി സരസ്വതി ഒന്നും ഉണ്ടാവില്ല? അത് സ്റ്റാർട്ടിങ്ങിൽ വെക്കായിരിക്കാം. ഇപ്പൊ ഇതുപോലെ തന്നെ അത് പിന്നൽ തിരുവാതിരയിലും നമ്മ ഗണപതി സ്തുതിയോട് കൂടിയിട്ടല്ലേ ഏതൊരു കലാരൂപം ആരംഭിക്കുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതലും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെയുള്ള കലാരൂപങ്ങൾ. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കലാരൂപങ്ങൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതിനാണ് ഒരു അഭിപ്രായം, ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് ഈ പിന്നൽ തിരുവാതിരക്കളിക്കാണോ അതോ സാധാരണ തിരുവാതിരക്കളിക്കാണോ കൂടുതൽ ആരാധകർ കൂടുതലുള്ളത്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം തിരുവാതിരയ്ക്ക് അതിൻ്റെതായ ആരാധകരുണ്ട്. പിന്നൽ തിരുവാതിരയ്ക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പ്രായമായവരായിരിക്കും തിരുവാതിരക്കളിക്ക്. പക്ഷെ പിന്നൽ തിരുവാതിരയ്ക്ക് കുറച്ചും കൂടി യങ്സ്റ്റേഴ്സ് ഒക്കെ ഇതെന്താണ് സംഭവം എന്ന് അറിയാനുള്ള ഒരു കൗതുകത്തോടു കൂടി കാണുന്നവരായിരിക്കും. ഇല്ല, ഞാൻ പിന്നൽ തിരുവാതിര പഠിപ്പിക്കുന്നതിൽ എല്ലാത്തരം പ്രായക്കാരും വന്ന് കളിച്ചിട്ടുണ്ട്. ഓക്കെ. അല്ല, ആരായിരിക്കും കൂടുതൽ എന്തെങ്കിലും അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അഭിപ്രായത്തിൽ വ്യത്യാസം തിരുവാതിരയും പിന്നൽ തിരുവാതിരയും വ്യത്യാസം വെച്ചാൽ ഒരു കൗതുകത്തോട് കൂടിയിട്ട് എല്ലാവരും കണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ നമ്മൾ രണ്ട് കളികൾ കളിക്കുമ്പോഴും ഉള്ള പ്രത്യേകത അതാണ്. എല്ലാവർക്കും ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരു ആകാംക്ഷയും കൗതുകത്തോട് കൂടിയിട്ട് അവര് നോക്കിയിരിക്കും. അതിന്റെ ഒരു വ്യത്യാസം ഉണ്ട്. അപ്പോ ഏതൊക്കെ സ്റ്റേജസിൽ പോയിട്ടുണ്ട്, എവിടെയൊക്കെ നിങ്ങളുടെ ടീമിനെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ആദ്യമേ പെൺകൂട്ട് പോത്താനി എന്ന ടീമിലുള്ള ഞങ്ങളത് ഈ പിന്നൽ തിരുവാതിര സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മുടെ പേജിലൂടെ തന്നെ കിടിലത്തിലേക്ക് നമുക്കൊരു ഓഫർ കിട്ടിയപ്പോ പെൺകൂട്ട് പോത്താനി കിടിലത്തിലേക്ക് നമ്മുടെ ടീമായിട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. പെൺകൂട്ട് പോത്താനി എന്ന ടീമായിട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് പേര് പഠിപ്പിക്കാനായിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട് മറ്റു സ്ഥലങ്ങളിലേക്കുള്ള. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തേക്കും പോകാൻ പറ്റിയില്ല. അതിനുശേഷം ഇപ്പോൾ വീരനാട്യം എന്നുള്ള പ്രോഗ്രാമൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന ആലിംഗലമ്മ എന്നുള്ള ടീം, പിന്നെ പുറത്തുശ്ശേരി കൈശൂരി നാട്യകലാതരംഗ്, അവരൊക്കെയാണ് അവരിലൂടെ ഈ പിന്നൽ തിരുവാതിര നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിലേക്കും പല പല വലിയ വലിയ ക്ഷേത്രങ്ങളിലേക്കൊക്കെ അവതരിപ്പിക്കാനായിട്ട് പറ്റി. ഗുരുവായൂരും ആറ്റുകാൽ ക്ഷേത്രം, അതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങളും ഒരുപാട് നല്ല സ്റ്റേജുകളിലേക്കും പല ജില്ലകളിലേക്കായിട്ട് എത്തി. നമ്മൾ പിന്നൽ തിരുവാതിര ഒരു 50 പല സ്റ്റേജുകളിലേക്ക് മൊത്തം കളിച്ചിട്ടുണ്ട് ഈ പിന്നൽ തിരുവാതിര. വീരനാട്യം എന്ന് പറയുന്ന ഒരു കലാരൂപം കൂടി കാണുന്നുണ്ടല്ലോ, അതെന്താണ്? വീരനാട്യം കളിക്കുന്ന ഒരു ആലിംഗലമ്മ എന്ന ടീമിന് ഞാൻ പിന്നൽ തിരുവാതിര പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഈ വീരനാട്യം കൂടുതൽ നമ്മൾക്ക് പേജും ചാനലും ഒക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ കവർ ചെയ്യാൻ പോവാറുണ്ട് വീരനാട്യം. അപ്പോൾ വീരനാട്യം സ്റ്റാർട്ടിംഗ് എന്ന് വെച്ചാൽ
ഇപ്പൊ ഒരു ഓണംകളി എന്ന് പറഞ്ഞൊരു കലാരൂപമുണ്ട്, കലാരൂപം. അതിന്റെ ഒരു ന്യൂ വെർഷൻ ആയിട്ടാണ് വീരനാട്യം തുടങ്ങിയത്. ഓണംകളിപ്പാട്ടുകൾ വെച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട്, ഓണംകളി എന്ന് വെച്ചാൽ ഒരാൾ പാടിക്കൊടുക്കുക, അത് ഏറ്റുപാടിയിട്ട് മറ്റുള്ളവര് കളിച്ചുകൊണ്ട് പാട്ട് പാടുക എന്നുള്ളൊരു, അതിൽ നിന്ന് വ്യത്യാസമായിട്ട് അത് വനിതകളും ഇപ്പൊ ചെയ്തു പോരുന്നുണ്ട്, മുൻപും ഉണ്ട്. അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് വീരനാട്യം എന്നുള്ളത് റെക്കോർഡ് വെച്ചിട്ട് ഇതുപോലെ ആയിരിക്കില്ല, കുറച്ചും കൂടി ചടുലമായിട്ടുള്ള ചടുലമായ പാട്ടുകളും ചടുലമായ സ്റ്റെപ്സ്, അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അത് നിങ്ങൾ തന്നെയാണോ പഠിപ്പിക്കുന്നതൊക്കെ? ഇല്ല, ഞാൻ തിരുവാതിരക്കളി, ഓണം കളി, അതുപോലെ തന്നെ ഈ പിന്നൽ തിരുവാതിര, ഇതൊക്കെ ഏകദേശം, പിന്നെ കൈകൊട്ടിക്കളി, ഏകദേശം എല്ലാം ഒരു എന്താ പറയാ വേവ് ലെങ്ത്തിൽ പോകുന്ന ഒരു കലാരൂപങ്ങളാണെന്ന് ചില നേരത്തെങ്കിലും തോന്നിയിട്ടുണ്ടാവും ആളുകൾക്ക്. ഇതല്ലേ തിരുവാതിരക്കളി എന്ന് പറയുമ്പോഴും കൈകൊട്ടിക്കളി എന്ന് പറയുമ്പോഴും ഒന്ന് തന്നെയല്ലേ എന്ന് എല്ലാവരും ചോദിക്കും. ഇത് സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ പ്രചാരത്തിലേറെയാണ്, നല്ല ട്രെൻഡിങ് ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ. ഇത് കാണുമ്പോൾ ഇത് തന്നെയല്ലേ ഇത്, അങ്ങനെയൊക്കെ കമന്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ വീരനാട്യം, അതുപോലെ തന്നെ ഓണംകളി. അപ്പൊ എല്ലാവരും എന്തൊക്കെയാണ് കമന്റ്സുകളിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്? നിങ്ങൾക്ക് എന്താണ് അതിലൂടെ പറയാനുള്ളത്? കമന്റ്സ് ഇപ്പോൾ വീരനാട്യം ഓണങ്ങളിയുടെ കമന്റ്സ് ഒക്കെ ഞങ്ങൾ ഇപ്പോൾ പേജ് ഉണ്ടല്ലോ, അതിൻ്റെ അടിയിലാണ്, അത് ഇടുന്ന വീഡിയോസിൻ്റെ അടിയിലാണ് വന്ന് ഇങ്ങനെ പറയാറുള്ളത്. കൈകൊട്ടിക്കളി, എല്ലാ കൈകൊട്ടിക്കളിന്ന് പേരിടരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഹസ്ബൻഡ് സന്ദീപാണ്, സന്ദീപ് പോത്താനി എന്നുള്ളൊരു പേജിലൂടെ കൂടുതലും വന്നിരുന്നത്. അപ്പം അതിൻ്റെ അടിയിൽ പിന്നെ ഉമാസന്ദീപ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്, ചാനൽ. അപ്പം അതിൻ്റെ അടിയിൽ നമ്മൾ കമൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൈകൊട്ടിക്കളി ഈ ഒരു അവസാനമാണ് വീരനാട്യം എന്നുള്ള ഒരു പേര് സന്ദീപാണ് സജസ്റ്റ് ചെയ്തത്. കാരണം കൈകൊട്ടിക്കളി അല്ല ഇത്, കൈകൊട്ടിക്കളി എന്ന പേര് ഇടരുത് എന്നുള്ള ഒരു ഇതില് നെഗറ്റീവ് കമന്റ്. ശരിക്കും കൈകൊട്ടിക്കളി എന്ന് പറയുന്നത് തിരുവാതിരക്കളി അല്ലേ? അങ്ങനെയാണ്, അതാണ് രണ്ട് വശങ്ങളിൽ നിൽക്കുന്നത്. പണ്ട് ഓണംകളി ഗ്രാമങ്ങളിലൊക്കെ കളിക്കുമ്പോഴും വനിതകൾ കളിക്കുമ്പോഴൊക്കെ കൈകൊട്ടിക്കളി പറയും. അതാണ് ഒരു വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുവാതിരക്കളിയാണ് കൈകൊട്ടിക്കളി. അപ്പൊ വീരനാട്യം എന്നുള്ള ഒരു പേര് സജസ്റ്റ് ചെയ്തതാണ്. സന്ദീപ് കൊടുത്ത പേരാണ് വീരനാട്യം. അത് ഈ കമന്റ്സ് വന്നിട്ട് കുറെ പേര് ആ പേര് എടുത്തു. പക്ഷെ ഇപ്പോഴും ചിലപ്പോഴൊക്കെയും കൈകൊട്ടിക്കളി എന്നുള്ളൊരു പേര് തന്നെ ഇട്ട് കൊടുക്കുമ്പോ എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ടോ? നെഗറ്റീവ് കമന്റ്സ് ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ, കൂടുതൽ വരും. പക്ഷെ മാറ്റങ്ങളും കാണുന്നുണ്ട്. കുറെ വേദികളിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്, കുറെ പേരായി തിരുവാതിരക്കളി ഇതുപോലെ തന്നെ പിന്നൽ തിരുവാതിരയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും പ്രഗത്ഭരായ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതിൽ നിന്ന് പഠിപ്പിച്ചവരില്? അങ്ങനെ ആരെങ്കിലും? ഇല്ല, പഠിപ്പിച്ചവരിൽ നിന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീരനാട്യം കളിക്കുന്ന ആലിംഗലം എന്ന ഒരു ടീമുണ്ട്. അവർ കേരളത്തിൽ തന്നെ ഒരു പ്രശസ്തമായ ടീമാണ്. അപ്പൊ അവരിലേക്ക് പിന്നൽ തിരുവാതിര പഠിപ്പിച്ചതിലൂടെ ഈ പിന്നൽ തിരുവാതിര ഒന്നും കൂടി പുറലോകത്തേക്ക് എത്തി. അതുപോലെ തന്നെ കൈശോരി എന്ന ഒരു ടീം, കൈശോരി നാട്യകലാതരംഗ് പുറത്തുശ്ശേരിയിലുള്ള ടീമാണ്. അവരിലൂടെ ഗുരുവായൂർ, ആറ്റുകാൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് എത്തി. ഇപ്പോൾ പെൺകൂട്ട് പോത്താനിയും കൂടെ കിടില വരെ നമ്മൾ എത്തി. അതൊക്കെ പേജിലൂടെ തന്നെയാണ് നമുക്ക് ഇങ്ങനെ കോളുകളൊക്കെ വന്നതൊക്കെ. അങ്ങനെയാണ് എത്തിയിട്ടുള്ളൂ. ഇത് എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ടിപ്പോ? ഇത് ഈ പിന്നൽ തിരുവാതിര ഇപ്പോൾ 2 വർഷമായിട്ടുള്ളൂ. ഈ ഒരു ഫീൽഡിൽ ടീച്ചർ ഇപ്പൊ എത്ര നാളായി? അത് കുറെ വർഷങ്ങളായി. ചെറുപ്പം തൊട്ടേ തുടങ്ങിയേക്കുന്നതാണ്. കളികളൊക്കെ ആയിട്ട് ചെറുപ്പം തൊട്ട്. ഞങ്ങളെ പോത്താനി എന്നൊരു ഗ്രാമം എന്ന് പറഞ്ഞാൽ എപ്പോഴും കലാപരമായി ഉണർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ എപ്പോഴും പ്രോഗ്രാമും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും അതിന്റെ ഭാഗമായിട്ട് എപ്പോഴും ഓരോ പരിപാടികളായിരിക്കും. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇരിങ്ങാലക്കുടയിൽ തന്നെ ഒരു മെഗാ തിരുവാതിരക്കളിയൊക്കെ അരങ്ങേറിയിട്ടുണ്ടല്ലോ. ജിത ബിനോയ് കുഞ്ഞിലിക്കാട്ടിൽ 5000 പേരെ വെച്ചിട്ട് ചെയ്തു. അതുപോലെ എന്തെങ്കിലും ടീച്ചർക്ക് അംബീഷൻ ഉണ്ടോ അങ്ങനെ ചെയ്യണമെന്ന്? ജിത ടീച്ചർ പറയുന്നുണ്ട്, ഒരു പ്ലാനിലൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. പരമാവധി നോക്കണം എന്തെങ്കിലും ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നടക്കട്ടെ, ആഗ്രഹം സഫലമാകട്ടെ. അപ്പോ ഏതൊക്കെ ജഡ്ജ്മെന്റിന് പോയിട്ടുണ്ട് മത്സരങ്ങൾക്ക്? തിരുവാതിര ജഡ്ജ് ചെയ്യാൻ പോയിട്ടുണ്ട്. അതുപോലെ വീരനാട്യം, തൃശ്ശൂർ ഔഷധിയുടെ ഒരു പരിപാടി നടന്നിരുന്നു വീരനാട്യം. അതുപോലെ വീരനാട്യം 2-3 സ്ഥലത്ത് പോയിരുന്നു. തിരുവാതിരയ്ക്കും ജഡ്ജ്മെന്റിന് പോയിട്ടുണ്ട്. ഓക്കെ, ഈ വീരനാട്യം എന്ന് പറയുന്ന ഒരു നിങ്ങൾ പറഞ്ഞ ഒരു സജസ്റ്റ് ചെയ്ത കലാരൂപമാണല്ലോ. അപ്പൊ അതിന് എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് മത്സരവേദികളിൽ പോകുമ്പോൾ, കോമ്പറ്റീഷൻ നോക്കുമ്പോൾ ജഡ്ജ്മെന്റിൽ ചെയ്യുന്ന കാര്യങ്ങള്?
ഈ തിരുവാതിരയ്ക്ക് നമ്മൾ മാർക്കിടാൻ പോകുമ്പോൾ അതിൻ്റെതായ മാനദണ്ഡങ്ങളും ക്രമങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് മാർക്കിടാനായിട്ട്. വീരനാട്യം എന്നുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ കോസ്റ്റ്യൂമിലായാലും സ്റ്റെപ്സിലായാലും ഒക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ അവതരണ ഭംഗിയും അതുപോലെ ചടുലമായ പാട്ടുകൾ വെച്ച് ചടുലമായ നല്ല വേഗതയിൽ നല്ല രീതിയിൽ അവതരിപ്പിക്കുക, അതിനാണ് നമുക്കത് മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് പ്രത്യേകിച്ചൊരു കോസ്റ്റ്യൂം പറയാനില്ല, വീരനാട്യത്തിന് പ്രത്യേകിച്ചൊരു പാട്ടുകൾ പറയാനില്ല. പിന്നെ കൈകൊട്ടിക്കളി എന്നുള്ളൊരു പേരും കൂടി പറയുന്നത് കൊണ്ട് നമ്മൾ കൂടുതലും കൈകൊട്ടി കളിക്കുന്ന വീരനാട്യത്തിന് തന്നെ, അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നത്. ഇപ്പൊ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് ഈ കൈകൊട്ടിക്കളി. പക്ഷെ വീരനാട്യത്തില് പലതരം സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മത്സരത്തിന് പോകുമ്പോൾ പറയാറുണ്ട്, നമ്മൾ ജഡ്ജ്മെന്റിന് പോകുന്ന സ്ഥലത്തൊക്കെ പറയാറുണ്ട്, ഒരു ഡാൻസ് സ്റ്റൈലിലേക്കും ചില തിരുവാതിരയുടെ സ്റ്റൈലിലേക്കും വരുന്നു പലതരം മാറ്റങ്ങൾ അവരുടേതായ ശൈലിയിൽ അവർ കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ജഡ്ജ്മെന്റിനൊക്കെ പോകുമ്പോൾ മറ്റുള്ള ജഡ്ജസ് ഇതിനെങ്ങനെ ചോദ്യം ചെയ്യാറുണ്ടോ? അതായത് വേറെ സ്ഥലത്തുള്ള ആളുകളൊക്കെ ഇതെന്താ അത് ഇങ്ങനെ തിരുവാതിരക്കളിയും അല്ല എന്ന കൈകൊട്ടിക്കളിയും അല്ല എന്നാ വേറൊരു ടൈപ്പിലേക്ക് പോകുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ടോ ഈ ഒരു കലാരൂപത്തെ? വീരനാട്യം ജഡ്ജ്മെന്റിന് വരുന്നവരൊക്കെ ഒന്നെങ്കിൽ തിരുവാതിര ടീച്ചർ അല്ലെങ്കിൽ ഓണംകളി പഠിപ്പിക്കുക അവിടെയുള്ള മാഷ്മാര് അങ്ങനെയുള്ളവർക്കല്ലേ പറ്റുള്ളൂ. വീരനാട്യത്തിനായിട്ട് പ്രത്യേകിച്ച് ജഡ്ജ്മെന്റ് തുടങ്ങിയ ഒരു കലാരൂപല്ലേ. അപ്പോൾ ഡാൻസ് ടീച്ചേഴ്സും ഒക്കെ തന്നെയാണ് വീരനാട്യത്തിന് വരുന്നത്. അപ്പൊ പ്രധാനമായിട്ട് എല്ലാവരും ഇത് തന്നെയാണ് മെയിനായിട്ട് നോക്കി മാർക്ക് ഇടുന്നത്. ഓക്കെ. അപ്പൊ കൂടുതൽ ആളുകൾ ഇഷ്ടം ഏതിനാണ്? കൂടുതൽ ഒരു ടീച്ചറുടെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വീരനാട്യം കാണാൻ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമാണോ, അതോ സാധാരണ തിരുവാതിരക്കളി കാണാനാണോ കൂടുതൽ ആളുകൾ വരാറ്? വീരനാട്യം കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ആളുകൾ, ആരാധകരും ഉണ്ട്, അതിന് നല്ല ആസ്വാദകരൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ പോകുന്നിടത്തൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ പിന്നൽ തിരുവാതിരയ്ക്ക് പോകുമ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് പിന്നൽ തിരുവാതിര കളിക്കാറുണ്ട്. ഇപ്പോൾ ആലിംഗലമ്മ ടീമിൻ്റെ കൂടെ പോകാറുണ്ട്. അപ്പോൾ അതിനുശേഷം അവർ വീരനാട്യം കളിക്കുമ്പോൾ എനിക്ക് കാണികളുടെ ഇഷ്ടം കാണാറുണ്ട്. പിന്നെ തിരുവാതിരയ്ക്ക് അതിൻ്റെതായ ആരാധകർ വേറെയാണ്, പിന്നൽ തിരുവാതിരയ്ക്ക് മറ്റു അതിൻ്റെതായ ആരാധകരുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഒരു പരമ്പരാഗത കലാരൂപമായ പിന്നൽ തിരുവാതിരക്കളിയെ കുറിച്ചും അതുപോലെ തന്നെ തിരുവാതിരക്കളിയെ കുറിച്ചും പിന്നെ വീരനാട്യം എന്ന് പറയുന്ന ഒരു കലാരൂപത്തെ കുറിച്ചും നമുക്ക് ഓരോന്നും എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന ഉമാ സന്ദീപ് ടീച്ചർക്ക് ഞാൻ എൻ്റെയും ചാനൽ മലയാളത്തിന്റെ പേരിലും നന്ദി പറയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ പ്രേക്ഷകരോട്? ഒരുപാട് സന്തോഷം. പിന്നൽ തിരുവാതിര എന്നൊരു പ്രാചീന കലാരൂപത്തെ ഈ കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചതിനാണ് എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടായത്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി, സന്തോഷം.